വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെക്കുന്ന ഡ്രോവേഴ്സ് ഒന്ന് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പം ഞാനെവിടെയാണ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്ലീനിങ് ചെയ്യുന്നത് ഇവിടെ എൻ്റെ ബെഡിൽ ഒരു ഓർഗനൈസറുണ്ട്. ഇവിടെ എൻ്റെ ബെഡിന് താഴെയായിട്ട് ഒരു 2 ഡ്രോവർ ഉണ്ട്. അതിലൊരു ഡ്രോവറിൽ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രോവർ. ഇത് ഫുള്ള് മെസ്സായിട്ടാണുള്ളത് ഇപ്പോൾ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ഇന്ന്. പിന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ചിട്ട് ഓർഗനൈസറൊന്നും ഇതിന് യൂസ് ചെയ്യുന്നില്ല. എൻ്റെ കയ്യിലുള്ള കാർഡ്ബോർഡിൻ്റെ ബോക്സൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലുള്ള എല്ലാ ഐറ്റംസും ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നും വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബോക്സിലേക്ക് ഞാൻ എംബ്രോയ്ഡറി ത്രെഡും ജൂട്ട് ത്രെഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവറും ഞാനൊരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ബോക്സ് കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടിയതാണ്. നെക്സ്റ്റ് ഇതൊരു ഷൂവിൻ്റെ ബോക്സാണ്. ഇതിലേക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള പേപ്പർ കട്ടിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ജേർണലിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് പോലെ, പിന്നെ ഫോം പേപ്പേഴ്സും, പിന്നെ ഞാൻ ചെയ്ത് വെച്ച പേപ്പർ കട്ടിങ്സൊക്കെ ഇതിലേക്ക് വെച്ച് എടുത്തു വെച്ചതാണ്. നെക്സ്റ്റ് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. ഇത് ചായ കപ്പ് വാങ്ങിക്കുമ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള ഈ ഫോട്ടോസ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ ചെയ്തെടുത്തതാണ്. ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് ഇത് ബ്ലാക്ക് ചാർട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് മീത്തേക്ക് ഇങ്ങനെ കെട്ടി കൊടുത്തതാണ്. ഇത് ഞാൻ എൻ്റെ ആനിവേഴ്സറി ടൈമിൽ ചെയ്തതാണ്. നെക്സ്റ്റ് ഇതൊരു ആൽബം പോലെ ചെയ്തതാണ്. ഇതും ഞാൻ ചെയ്തതാണ്. ഇതേപോലെ ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് ഈ സാധനമൊക്കെ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാനതെന്തായാലും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആൽബവും ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ചോക്കും ഗഡിയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എഴുതലിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാനൊരു ഗ്ലാസ്സിൽ വെച്ച് ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളർ പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലൊരു കണ്ടെയ്നർ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്ലാക്ക് ഇങ്കും ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കും. നെക്സ്റ്റ് ഈ ഒരു ബോക്സിലേക്ക് എൻ്റെ കയ്യിലുള്ള ലോക്കും അതിൻ്റെ കീയൊക്കെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഇത് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. ഇതിനകത്തൊക്കെ സ്പോഞ്ച് ഉണ്ടായിരുന്നു. ഞാനതെടുത്ത് മാറ്റിയതാണ് കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബോക്സിലേക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഞാനിങ്ങനെ എൻ്റെ കയ്യിലുള്ള കളർ പെൻസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലേക്ക് നോർമൽ പെന്നും പിന്നെ ഒരു മാർക്കറും വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഗ്ലാസ്സിലേക്ക് എൻ്റെ കയ്യിലുള്ള പെയിൻറ്റിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പെൻസിലും സ്കെയിലും ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഗ്ലാസ്സിൽ സീസേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ ക്ലേന് ഉപയോഗിക്കുന്ന ടൂൾസാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഷൂവിൻ്റെ കാർഡ്ബോർഡ് ബോക്സാണ്. ഇതിലേക്ക് ഞാൻ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ബോക്സിൽ സ്റ്റിച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ത്രെഡാണ്. അതേപോലെ ഈ ഒരു ബോക്സിലും സെയിം ത്രെഡ് തന്നെയാണ്. നെക്സ്റ്റ് ഈ ഒരു ബോക്സിലേക്ക് ഫ്ലവേഴ്സൊക്കെ മേക്കിംഗ് ചെയ്യുന്ന ഐറ്റംസാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. ഈ ഒരു ബോക്സ് സീഡ്സ് വാങ്ങിക്കുമ്പോൾ കിട്ടിയതാണ്. നെക്സ്റ്റ് ഈ ഒരു ബോക്സ് ഇതൊരു ഷൂവിൻ്റെ ബോക്സാണ്. ഇതിൽ ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇത് ഒരു ഷൂവിൻ്റെ ബോക്സാണ്. ഇതിലുള്ളത് ക്ലേന് ഉപയോഗിക്കുന്ന പഞ്ചിങ് ടൂൾസാണ്. നെക്സ്റ്റ് ഈ ഒരു ബോക്സിലേക്ക് ഇതിലിൻ്റെ ക്രയോൺസും വാട്ടർ കളേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ പോപ്സിക്കിൾസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു ബോക്സാണ്. ഇതിൽ ഞാനൊന്ന് പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല. ഈ സ്പ്രൈറ്റിൻ്റെ ഒക്കെ ടിന്ന് ഉണ്ടാകുന്നില്ലേ, അതിൻ്റെ ആ ഒരു സാധനമാണ് ഇതിലുള്ളത്.
നെക്സ്റ്റ് ഈ ഒരു ബോക്സിലേക്ക് ഞാൻ ക്യൂട്ട് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡോംസ് പെൻസിലിൻ്റെ ഒരു ബോക്സാണ്. ഇത് ഇവിടെ വെച്ച് കൊടുക്കാം. ഇതിവിടെ ഇങ്ങനെ കിടത്തി വയ്ക്കാനും പറ്റും. നിർത്തി വെച്ചാൽ ഇത് ഈ ഡ്രോവർ അടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ കിടത്തി വയ്ക്കുന്നത്. നെക്സ്റ്റ് ഈ 2 സ്കെയിൽ ഇതിൻ്റെ ഈ സൈഡിലേക്കായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു പഞ്ചിങ് നീഡിൽ സെറ്റാണ്. ഇതും ഞാൻ ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ബ്രഷും ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനും അതെ, നീളം കൂടുതലായതുകൊണ്ട് ഇങ്ങനെ കുത്തനെ വയ്ക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ കിടത്തി വയ്ക്കാനേ പറ്റത്തുള്ളൂ. ഇനി ലാസ്റ്റായിട്ട് ഈ ഒരു പ്ലാസ്റ്റർ കൂടി ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ഏതാണ് വേണ്ടതെന്നും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, ലവ് യു ഓൾ.